എൽ ഡി എഫിൻ്റെ ഒരു പഞ്ചായത്ത് കൺവീനർ എന്ന നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ കഴിഞ്ഞ 5 വർഷം അതിനു മുമ്പുള്ള 5 വർഷക്കാലവും എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അത് കൃത്യമായ രീതിയിൽ നമ്മൾ ഒരു പ്രകടന പത്രിക മുന്നോട്ട് വെച്ചത് അതുമായി ബന്ധപ്പെട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി നടപ്പിലാക്കി എന്നതിൻ്റെ ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ടായി, ഒരു എൻ ഡി എയുടെ പ്രതിനിധി സന്താനേട്ടം പറയുകയുണ്ടായി, മുഴുവൻ ആകപ്പാട് അഴിമതിയാണ് എന്നുള്ളത്. ഒരു പക്ഷേ ഞാൻ പറയട്ടെ, നിങ്ങൾക്കിത് അഴിമതിയാണ്, ഇവിടെ നടന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ആകപ്പാട് അഴിമതിയാണ് എന്ന് പറഞ്ഞ് ആകാശത്തേക്ക് അങ്ങോട്ട് എറിഞ്ഞ് ആകെ ഇരുട്ടാക്കി പറയാതെ, നിങ്ങൾക്കറിയാം ഇനിയിപ്പോൾ വിജിലൻസും പോലീസും ഒക്കെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അന്വേഷണ ഏജൻസികളാണ്. നിങ്ങൾ വേണ്ടതിനും വേണ്ടാത്തതിനുമൊക്കെ ED, CBI പോലുള്ള ദേശീയ അന്വേഷണ ഏജൻസികളെ നിങ്ങൾ ഇവിടേക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഒരു സിനിമ ഇറക്കിയാൽ നിങ്ങൾ ഏജൻസികളെ ഉപയോഗിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ദേശീയ ഗവൺമെൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും എതിര് പറഞ്ഞു കഴിഞ്ഞാൽ, വ്യക്തികളെ എതിര് പറഞ്ഞ് വിമർശിച്ചാൽ നിങ്ങൾ അവരെ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട് ഈ കാലം അത്രയും ഇങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങളിൽ മുഴുവൻ അഴിമതിയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു വെള്ളക്കടലാസിൽ 1 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു എയർഫോഴ്സ് ഷീറ്റിൽ നിങ്ങൾക്കൊരു പരാതി കൊടുത്തിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി അവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? 2, ഇപ്പോൾ ഇവിടെ ഒരു BJPയുടെ പ്രതിനിധി സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞു. എന്താണ് അതിൻ്റെ ആവശ്യം? ഞാൻ ചോദിക്കട്ടെ, എന്താ അതിൽ മുഴുവൻ കപടതയല്ല? നമ്മുടെ ഈ ചേലക്കര പഞ്ചായത്തിലെ ഏറ്റവും വലിയ നല്ലൊരു ഉത്സവമാണ്, ജാതിമത ഭേദമന്യേ ഉള്ള ഉത്സവമാണ് അന്തിമാളങ്കാവ് ഉത്സവം. ആ അന്തിമാളങ്കാവ് ഉത്സവത്തിൻ്റെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അറിഞ്ഞതല്ലേ? എന്താണ് ഉണ്ടായത്? BJPയുടെ ഒരു നേതാവ് അതിന് കള്ളപ്പരാതി കൊടുത്ത് ഈ കാലം അത്രയും ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ കബളിപ്പിക്കലുണ്ടായിരുന്നത്. ഈ ഉത്സവം നടക്കുന്ന സമയത്ത് ഈ BJPയുടെ പ്രതിനിധി ചേലക്കര പോലീസ് സ്റ്റേഷനിൽ നമ്മൾ അടച്ചിട്ടില്ലണ്ടായിരുന്നത്. ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ സാക്ഷിയല്ലേ? ഈ BJPയുടെ പ്രതിനിധിയല്ലേ? ഒരു ഭാരവാഹിത്വം വഹിക്കുന്ന ആളല്ലേ? അപ്പോൾ എന്താണിതിൽ? കപടതയല്ലേ? 2, നിങ്ങളിപ്പോൾ പറഞ്ഞു, ഇവിടെ വേറൊരു BJPയുടെ നേതാവ് പറഞ്ഞു, നിങ്ങൾ വയനാടൊക്കെ ഉള്ള ഉരുൾപൊട്ടലുണ്ടായിരുന്നു. എന്തൊരു വ്യാകുലതയാണ് ആൾക്ക്. എന്തെങ്കിലും 1 രൂപ ഈ കേരളത്തിന് വേണ്ടി നിങ്ങൾ തന്നിട്ടുണ്ടോ? ഇപ്പോൾ എന്നിട്ട് ഉദാഹരണം വെച്ചാൽ എന്താണ്, തോന്നൂക്കരയിൽ ഒരു സംരംഭം വരണം എന്നുള്ളത്. ആ സംരംഭം അതിൻ്റെ നിയമം അനുസരിച്ചാണ്. എന്തെങ്കിലും അതിൽ നിയമത്തിൻ്റെ എന്തെങ്കിലും ഒരു അണുകിട വ്യത്യാസമുണ്ടെങ്കിൽ പരാതി കൊടുത്തോട്ടെ. അതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് തൊഴിൽ ഇവിടെ ഉണ്ടാവുകയാണ്. നിങ്ങൾ ചോദിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി ചോദിച്ചു, ഇവിടെ ആർക്കും തൊഴിലില്ലാന്ന്. ഈ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ എത്ര ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെട്ടവർക്ക് എത്ര പേർക്ക് ട്രെയിനിങ് കൊടുത്തു വെച്ചോക്ക്. അവരെ ജോലി കൊടുക്കാൻ വേണ്ടിയുള്ള എല്ലാ സാഹചര്യത്തിലുള്ള ട്രെയിനിങ്ങുകൾ നടത്തുന്നുണ്ട്. കുടുംബശ്രീ യൂണിറ്റുകൾ വഴി നമുക്ക് വ്യവസായങ്ങൾ, അച്ചാർ കമ്പനികൾ, ചന്ദനത്തിരി, മെഴുകുതിരി, ഇങ്ങനെയുള്ള എല്ലാ കുടിൽ വ്യവസായങ്ങൾക്കും പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇടതുപക്ഷത്തിൻ്റെ പ്രകടന പത്രികയിലുള്ളതാണ്. എന്തിന്? ഇദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് നേതാവിൻ്റെ മകൻ ഈ 2-3 വർഷക്കാലം കൊണ്ട് PSC ജോലി കിട്ടിയിട്ട് എക്സൈസ് വകുപ്പിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ജോലി കൊടുക്കുന്നല്ലേ ഈ ഗവൺമെൻറ്? ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ കേരളത്തിലാണ് PSC നിയമനം എന്നുള്ളത്. കാടടച്ച് വെടിവെക്കുന്നത്. ഇപ്പോൾ മറ്റേ നബാർഡിൻ്റെയാണ് റോഡ് എന്നാണ് പറഞ്ഞത്. എന്താണ് നിങ്ങളിങ്ങനെ പറയുന്നത്? റീബിൽഡ് കേരളയുടെ പദ്ധതി ഭാഗമായിട്ടുള്ളതാണ് ഈ റോഡ്. ആ റോഡിന് മറ്റൊരു മാറ്റം വരുത്താതെ സൗകര്യപൂർവ്വമായിട്ട് ആ റോഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അവിടുത്തെ ജനങ്ങളെ ആട്ടിപ്പായിക്കുക എന്നല്ല. ഏത് സ്ലാബുകൾ സൈഡുകളിൽ ഉണ്ട്, അതെന്താ കാൽനട യാത്രക്കാർക്ക് നടക്കാൻ ഉപയോഗിക്കാം. ഇനി ആ സ്ലാബ് ഇല്ലെങ്കിലോ വണ്ടി മുഴുവൻ വീടിൻ്റെ ഉള്ളിലേക്ക് പോവും, ഇല്ലേ? ആ സ്ലാബ് ഇല്ലെങ്കിൽ ഇപ്പോൾ ആ സ്ലാബ് ഇട്ടാനാ കുറ്റം. എന്ത് ചെയ്താലും കുറ്റമാണ്. ഇതിന് നമ്മൾ ഇതിനൊക്കെ പറയാമല്ലോ. ഇപ്പോൾ ഇദ്ദേഹം ഒരു മാനസിക രോഗികൾ മുഴുവൻ വിവരാവകാശം വയ്ക്കും. ആ ഡീറ്റെയിൽസ് വെച്ചിട്ട് കണ്ട യൂട്യൂബ് ചാനലുകൾ പറയുന്ന വിവരാവകാശം വെച്ചിട്ട് ഇവിടെ ഒന്ന് വർത്താനം പറയാം. ഇതൊക്കെ ഒന്നും ശരിയായ രീതിയല്ല എന്നാണ് പറയുന്നത്.